ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പെണ്ണുങ്ങളെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫോട്ടോ എടുക്കുന്ന ചടങ്ങായി അവിടെ അടുത്തത്. അപ്പോൾ അനാമിക ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ദേവയാനിക്ക് ഭയങ്കര നയന ഫോട്ടോ എടുക്കട്ടെ, മോള് ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടവളല്ലെന്ന് പറഞ്ഞ് അനാമികയെ പിടിച്ച് ദേവയാനി നിർത്തിയിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നയന ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ നവ്യ അതിനെ ഉടക്കുണ്ടാക്കി. പക്ഷേ ഞാൻ ഫോട്ടോ എടുത്തോളാം ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന തന്നെ ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു അനാമിക മോള് പറയുന്നതാണല്ലോ ഇപ്പോൾ വേദവാക്യം അവിടെ. അനാമിക മോള് ഈ പറയുന്ന നമ്മുടെ ദേവയാനിയുടെ ഒക്കെ തലയിൽ കയറിയിരുന്ന് ചവിട്ടാനുള്ളതാണെന്ന് അറിയാതെ അനാമിക മോളെ എന്നും പറഞ്ഞുകൊണ്ട് നടപ്പാണിപ്പോൾ ദേവയാനിയുടെ മെയിൻ പണി. ഈ സമയത്ത് അനാമിക മോള് പറഞ്ഞതുപോലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടന്ന് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നടന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അനാമിക എല്ലാം അറിയാവുന്നവളെ പോലെ അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് അനാമിക ഇങ്ങനെ നടത്തിക്കുന്നു. അനാമിക ഇങ്ങനെ നടത്തുന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശി നടന്നു, പിന്നെ ദേവയാനി നടന്നു, ജലജ, കനകം, അതുപോലെ നവ്യ, നയന, അങ്ങനെ എല്ലാവരും നടക്കുവാണ്. അങ്ങനെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് നടന്ന് അങ്ങനെ പെണ്ണുങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അയ്യോ, ദേവയാനിയുടെ ആ ഒരു വേഷം കെട്ടലുകളൊക്കെ കാണണം. അനാമിക മോളെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ഈ അനന്തപുരിയുടെ സൗഭാഗ്യമാണ് മോളെന്നും പറഞ്ഞ. അപ്പോൾ ഈ അനാമികയുടെ മുന്നിൽ കിടന്ന് ഈ പുള്ളിക്കാരി ഇങ്ങനെ കിടന്ന് കാണിച്ച് കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നവ്യക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നവ്യ ഇങ്ങനെ അതൊക്കെ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, ചേച്ചി അതൊന്നും മൈൻഡ് ആക്കണ്ടെന്ന് നയന പറഞ്ഞു. ചേച്ചി അത് വിഷയമാക്കാൻ നിൽക്കണ്ടെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജയനെയാട്ടോ. ജയൻ ഇങ്ങനെ അടുക്കളയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതുപോലെ തന്നെ മുത്തശ്ശനും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് നമ്മുടെ അനിയും അതുപോലെ തന്നെ ആദർശും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും ഒരുക്കം കാണാനായിട്ടുള്ള വരവാ. എല്ലാവരും കൂടെ അടുക്കളയിൽ നിന്ന് വന്നവരിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്നു. എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ വന്ന് ഹായ് ജെന്റിൽമാൻ, ലേഡീസ് എത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജയുടെ വക വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ. ആദർശം നേരം നയനെ ഇങ്ങനെ നോക്കുക, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നവ്യ അഭി നോക്കിയിട്ടോ പിന്നെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എടാ, നീ ഈ ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞു ആദർശ്. ഈ കാഴ്ച ഒന്നും എനിക്ക് കാണാനേ പറ്റില്ല എന്നും ആദർശ് പറയുകയും ചെയ്തു. പിന്നെ മുത്തശ്ശിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതൊന്നും ആദർശം നേരം അവിടെ നിന്ന് പറയാം. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അനി നിന്ന് എല്ലാവരും പിടിച്ചു നിർത്തി നല്ലൊരു ഫോട്ടോയും എടുത്തു. അപ്പോൾ നമ്മുടെ അനി ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അനാമിക ഫോട്ടോ എടുത്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്നേരം അവിടെ പറഞ്ഞു. അനാമിക മോളെ കൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും ഒന്നുകൂടി എടുത്തതല്ലേ, ഒന്നുകൂടി എടുത്തേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് അനി ഫോട്ടോ അങ്ങ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി. ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യമാണ് ഓക്കെ ആവേണ്ടതെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അതോർത്ത് മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട, പാചകം എന്തായാലും ഫ്ലോപ്പായി പോകത്തില്ല എന്ന് പറയുകയാണ് നമ്മുടെ അനി. പുറത്ത് പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാം റെഡി ആയിരിക്കുമെന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. ഞങ്ങൾ ആണുങ്ങൾ പാചകത്തിൽ വളരെ മോശമാണെന്നാണ് ഇവിടെ എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കണ്ട എന്ന് നയന പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും അല്ല മോളെ, ഇവനെ ഏതാണ്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞു ചെറിയച്ഛൻ. ഇങ്ങനെ നോക്കും അന്നേരം ആദർശം. ഒരുമാതിരി നല്ല കറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഈ വീട്ടിലില്ലെങ്കിലും നിങ്ങൾ ആണുങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് കിടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇന്നത്തോടെ അറിയാമല്ലോ എന്ന് ദേവയാനി അന്നേരം അവിടെ നിന്നൊരു ഡയലോഗ്. പിന്നെ ഇപ്പോൾ ഹോട്ടലുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഏട്ടത്തി എന്ന് ജലജ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹോട്ടൽ ഫുഡ് ഇഷ്ടമല്ലാത്തവരാ ഇവിടെ പലരും. ഇവനെ പോലെ ഒരുത്തനേ ഉള്ളൂ ഏത് നേരവും പോയി ഹോട്ടൽ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അതും അബിക്കിട്ട് വെപ്പ്. അപ്പോൾ അതൊക്കെ പണ്ടായിരുന്നു മുത്തശ്ശ, ഇപ്പം എനിക്കും ഇഷ്ടമല്ല എന്ന് അബി പറയുകയും ചെയ്ത നേരം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ബാറിലൊക്കെ പോകുന്നത് കൊണ്ടേ ഹോട്ടൽ ഫുഡ് നീ ശരിക്കും തട്ടാറുണ്ടെന്ന് എനിക്കറിയാം എന്ന് ജയൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അതെന്താ ഏട്ടാ എൻ്റെ മോനെ കള്ളുകുടിയനാക്കുന്നതെന്ന് ജലജ പറഞ്ഞപ്പം അവൻ കള്ളുകുടിയനായതുകൊണ്ടാണെന്ന് മുത്തശ്ശൻ പറയാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും കുടിക്കാറില്ല മുത്തശ്ശ എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു കുടിക്കാറില്ലെന്ന്? ഏത് നേരവും ഏലക്കാൻ ചവച്ചുകൊണ്ടാ വരുന്നതെന്ന് നവ്യ. അപ്പോഴൊക്കെ എനിക്കറിയാം അകത്ത് കളർ വെള്ളം ഉണ്ടെന്നുള്ള സത്യമെന്ന് പറയുമ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് നവ്യയെ കനക വിളിച്ചു. എന്തായാലും ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവനുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് സൂപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നും ആദർശം. അപ്പം ഇന്ന് ഇവനാ ഞങ്ങളുടെ നേതാവെന്ന് ആദർശനെ നോക്കി അവർ പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ ആദർശ് തന്നെയാണല്ലോ ഈ വീട്ടിലിപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത്. മുത്തശ്ശനൊക്കെ വീടിനകത്ത് തന്നെ ആയില്ലേ, നമ്മുടെ കമ്പനി നിയന്ത്രിക്കുന്നതും ഇപ്പോൾ ഇവനല്ലേ എന്ന് ജലജ കുശുമ്പ് കയറി പറഞ്ഞപ്പോൾ അതിനെന്തെങ്കിലും വിരോധം നിനക്കുണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. നിന്റെ മോനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നീ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജലജയ്ക്കൊന്നും മിണ്ടാനില്ല. അതിനുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരുപാടാ, പക്ഷെ അതൊക്കെ നടക്കണ്ടേ എന്നത് നമ്മുടെ അനിയൻ പറയൂ കേട്ടോ.
മനുഷ്യനൊരു അടിസ്ഥാന സ്വഭാവമുണ്ട്, അതേതായാലും മാറാൻ പോകുന്നില്ല എന്ന് പറയുമ്പം അത് ശരിയാണെന്ന് അനി പറഞ്ഞു. ആയിക്കോട്ടെ, അതുകൊണ്ട് ഇവനിപ്പോൾ തൊഴിലാളിയും ബാക്കിയുള്ളവരെല്ലാവരും മുതലാളിമാരും ആയില്ലേ എന്ന് ജലജ ചോദിച്ചപ്പം ഇപ്പം തൊഴിലാളിയെങ്കിലുമാണ്. ഇനി അതുകൂടി ഇല്ലാതാക്കാതിരുന്നാൽ നിനക്ക് നിന്റെ മോനും കൊള്ളാം. വേറൊന്നും കൊണ്ടല്ല, ഇവൻ്റെ തലയ്ക്കകത്ത് ചെളി വാരി എറിയുന്നത് നീയാണെന്ന് മുത്തച്ഛൻ അങ്ങ് പറഞ്ഞു. അതുകൊണ്ടാ അനന്തപുരി തറവാട്ടിലെ ഒരുത്തൻ തല തിരിഞ്ഞു പോയതെന്നും പറയും. അത് കേട്ട് ഇവരിങ്ങനെ നോക്കുവാണേ. അന്നേരം ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല മുത്തശ്ശ എന്ന് ആദർശ് അങ്ങ് പറഞ്ഞു മുത്തശ്ശനോട്. അപ്പോൾ പാചകം എവിടം വരെ ആയി എന്ന് അതിനെ ചോദിച്ചപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ പാചകടി കുറച്ചിട്ട് പാചകത്തിൽ ശ്രദ്ധിച്ചാൽ വലിയ തരക്കേടില്ലാണ്ട് പോകുമെന്ന് പറഞ്ഞു നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പം അവളെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ആദർശ് ചിന്തിക്കാം. എടാ അനി നീ ഒന്ന് ഇവിടെ നിൽക്കും, ഞാൻ പോരാവേ എന്നും പറഞ്ഞ് നേരെ നയനയുടെ അടുത്തേക്ക് പോകണം. ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ പോയതായിരിക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടെന്ന് ജലജ പറഞ്ഞപ്പോൾ അതുകൊണ്ടെന്താ കുഴപ്പം? ഭാര്യമാരും നന്നായി അണിഞ്ഞൊരുങ്ങുമ്പം അതിനെ ഭർത്താക്കന്മാർ പ്രശംസിക്കുന്നത് എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമാണ്. നിനക്കത് കേൾക്കാനുള്ള ഭാഗ്യം ഇല്ലാണ്ടായി പോയത് നിന്റെ കയ്യിലെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജയ്ക്കിട്ടുള്ളത് മുത്തശ്ശൻ കൊടുത്തു. അപ്പോൾ എന്താ നിന്റെ മുഖം പെട്ടെന്ന് വാടിയത് എന്ന് മുത്തശ്ശി ചോദിച്ചു. നിന്റെ സ്വഭാവം കൊണ്ടാ നിന്നെ പുകഴ്ത്താൻ ഇവിടെ ഒരാളും ഇല്ലാണ്ട് പോയതെന്നും ജലജയോട് പറയാം മുത്തശ്ശിയും. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് മൈൻഡ് ആക്കാതെ ദേവയാനി ഇങ്ങനെ കൂളിംഗ് ഗ്ലാസും വെച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ പുറത്ത് പോയി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് ചെന്നു. എൻ്റെ വേഷം എങ്ങനെയുണ്ട്, ഇതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ നയനെ ചോദിച്ചപ്പം നീയേ പോയി പാടത്തിൻ്റെ നടുക്ക് നിൽക്കുക ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അതെ, എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് നയനെ അന്നേരം പറഞ്ഞു. ആദർശേട്ടന് മാത്രമാണ് പുച്ഛമുള്ളതെന്നൊക്കെ നയനെ പറഞ്ഞപ്പം നല്ലതിനല്ലേ നല്ലതെന്ന് പറയാൻ പറ്റൂ എന്ന് ആദർശ് ചോദിക്കും കേട്ടോ. എനിക്ക് നിന്നെ സാരി ഉടുത്ത് കാണുന്നതാ ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നും അങ്ങനെ തന്നെ നടന്നാൽ മതിയോ? ഇടയ്ക്കൊക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റമായി പോയെന്ന് പറഞ്ഞു. അങ്ങനെ നയനയുടെ വേഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിന് അതങ്ങോട്ട് ഇഷ്ടപ്പെടാതെ ആദർശ ഉള്ള സത്യം അങ്ങ് തുറന്ന് പറയാണ്. അത് കേട്ടപ്പോൾ എന്തായാലും പാചകത്തിൽ സ്വന്തം ഇതും കൊണ്ട് തയ്യാറാക്കാൻ പോയിട്ട് അവസാനം എൻ്റെ സഹായം തന്നെ വേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞു നയന. അതുപിന്നെ ഞാൻ വെറുതെ ചില സംശയങ്ങളൊക്കെ ചോദിച്ചെന്നേ ഉള്ളൂ, വെറുതെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടത്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ പിന്നെയെന്നും പറഞ്ഞ് നയന ഇങ്ങനെ നിൽക്കുന്നു. അതെ, പാചകം തീർന്നിട്ടില്ല കേട്ടോ, ഇനിയും ചേരുവകൾ പലതും ചേർക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം ഇനി നിന്റെ സഹായമൊന്നും വേണ്ട, അതൊക്കെ എനിക്കറിയാം, ഞാൻ തനിയെ ചെയ്തോളാമെന്ന് ആദർശ്. ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എൻ്റെ വേഷം കണ്ടിട്ട് എന്താ പറഞ്ഞത്, പാടത്ത് കൊണ്ട് വെക്കണമെന്നോ? കണ്ണ് കിട്ടാതെ അല്ലേ? അത്രയ്ക്ക് ബോറാണ് ഈ വേഷം? വളരെ വളരെ ബോറാണെന്ന് ആദർശ് പറഞ്ഞു. അപ്പോഴത്തേക്ക് നയന ഇങ്ങനെ മൊത്തത്തിൽ അടിമുടി നോക്കുക. അതെ, കണ്ണുപൊട്ടന്മാരെ അങ്ങനെ പറയൂ എന്ന് പറയുമ്പോൾ കാഴ്ചശക്തി ഉള്ളവരും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഇതേ ബോറ് തന്നെയാണെന്ന് തറപ്പിച്ച് പറയുമ്പം എന്നാൽ ഇനി ഒരു സംശയം ചോദിക്കാൻ എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് ആദർശ് പറഞ്ഞപ്പം നയനയ്ക്കതായി. പിന്നെ ഞങ്ങൾ ആണുങ്ങൾക്കും പാചകം അറിയാവുന്ന നീ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയാൻ പോകുന്ന ദിവസം ഇന്നൊക്കെ പറഞ്ഞപ്പോൾ പാചകം പകുതി പോലും ആയിട്ടില്ല. ആ സമയത്ത് ആ വെല്ലുവിളി കേട്ടോ എന്ന് നയന പറഞ്ഞപ്പോൾ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ശരി എന്നാൽ പിന്നെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വെല്ലുവിളിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നയന അങ്ങ് പോയി. അന്നേരം ആദർശിന് ഭയങ്കര ഒരിത്, അയ്യോ ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം കൊളാവോ, വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആദർശ് അവിടെ അങ്ങനെ നിൽക്കുകയാണേ. അങ്ങനെ നമ്മുടെ നയനയും പോയി, ആദർശ് ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിച്ചതേ നമ്മുടെ കനകവും എല്ലാവരും കൂടെ പോകാനായിട്ട് നിൽക്കുമ്പോൾ കനകം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഷോപ്പിങ്ങിന് പോയിട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിങ്ങിന് ഞാൻ വരുന്നില്ലെന്ന്, പോകുന്ന വഴിക്ക് നന്ദാവനത്തിലൊന്ന് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെ, ഇന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ കാണണം എന്ന് പറഞ്ഞതല്ലേന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ അത് എന്നാലും അമ്മയെന്നും പറഞ്ഞ് കനക നിൽക്കുമ്പോൾ എന്തിനാ അമ്മ വെറുതെ നിർബന്ധിക്കുന്നത്, പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് ജലജ. വേറൊന്നും കൊണ്ടല്ലമ്മേ, അത് പിന്നെ എനിക്ക് അതെ കുറച്ച് ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, എനിക്ക് ഈ വേഷമൊക്കെ കണ്ടിട്ടേ ഗോവിന്ദേട്ടനും നന്ദൂട്ടനും ഒന്ന് ഞെട്ടട്ടെ എന്നൊക്കെ കനകം പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അനാമിക. അപ്പോൾ പിന്നെ എന്താ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് പർച്ചേസിന് പോയാൽ പോരെന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോഴേക്കും ഒരുപാട് വൈകില്ലേ എന്ന് ദേവയാനി ചോദിച്ചു. അതെ പിന്നെ അമ്മേ ഇന്നത്തെ ദിവസം ഞാനിവിടെ നിന്നിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് പോന്നോളാവെന്ന് പറഞ്ഞു. എന്നാൽ ശരി അതങ്ങനെ ആയിക്കോട്ടെ എന്ന് കനകത്തിനോട് അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെ രണ്ടാളുകളില്ല, കനകയും അനാമിക മോളും ഇല്ലെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നു. പാചക വിദഗ്ധൻ എത്തിയല്ലോ എന്ന് ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴും പറഞ്ഞു മുത്തശ്ശി. ആദർശ മോനെ പാചകമേ കുറച്ച് മോശമാക്കുന്നത് നല്ലതാട്ടോ എന്ന് കനകം അന്നേരം പറയാം. നന്നാക്കി കഴിഞ്ഞാലേ പിന്നെ മോൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലൊക്കെ കയറേണ്ടി വരും എന്നും പറഞ്ഞു നമ്മുടെ കനകം. അപ്പോൾ അതിനുള്ള ധൈര്യമൊന്നും ആദർശേട്ടനില്ലെന്ന് നമ്മുടെ നയന പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു,
ഇന്നത്തോടെ ഇവിടെ ഒരു പൊളിച്ചെഴുത്ത് തന്നെയാണ് നടത്താൻ പോണതെന്ന് ആദർശ് നയനയോട് പറയാം. അവസാനം പൊളിയാതിരുന്നാൽ മതിയെന്ന് നമ്മുടെ നയന പറഞ്ഞപ്പം നീ എന്താ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ദേവയാനി നയനയോട്. നിനക്ക് മാത്രമേ എന്നോട് ഈ പാചകം അറിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചോദിച്ചപ്പം അമ്മേ അതുകൊണ്ടാ പറഞ്ഞത് ഇന്ന് പലരുടെയും സങ്കല്പങ്ങളൊക്കെ തെറ്റുന്ന്. അങ്ങനെ ആദർശ് പറഞ്ഞ് ഇങ്ങനെ വലിയ തല പൊക്കി പിടിച്ച് നിൽക്കുമ്പം എന്നാൽ പിന്നെ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് നയനി അങ്ങ് പറഞ്ഞേ. എന്നാൽ പിന്നെ അതങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുമ്പം നീ ആണുങ്ങൾക്ക് മോശപ്പേരുണ്ടാക്കി വെക്കരുത്, പ്രത്യേകിച്ച് മുത്തശ്ശനെന്ന് ദേവയാനി പറഞ്ഞു. അന്നേരം ആത്മവിശ്വാസത്തോടെ അല്ലേ എല്ലാം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഭയക്കണ്ട അമ്മയെന്ന് നയനെ പറയാം. അത് ശരി നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവർ പോകാനായിട്ട് ഇറങ്ങാം. അങ്ങനെ ഇവരെല്ലാവരും പോകുന്നു. നമ്മുടെ ആദർശ് അന്നേരം ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ദൈവമേ വെറുതെ അവളോട്ട് വാശി പിടിക്കണ്ടായിരുന്നു, ഇനി എന്താവും എന്തോ എന്ന് ഓർത്തുകൊണ്ട് ആദർശ് അവിടെ നിൽക്കുന്നു. ഈ സമയം നമ്മുടെ കനകം പിന്നെ നേരെ സ്വന്തം വീട്ടിലേക്ക് എത്തി. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദേട്ടൻ വന്ന് കതക് തുറക്കുമ്പോൾ കാണുന്നത് മോഡേൺ ആയിട്ടൊരു കുട്ടിയുടുപ്പൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന ഒരു പെണ്ണിനെ. നോക്കുമ്പോൾ ആരാ? കനകം. കനകം ഇങ്ങനെ വരുമ്പോൾ ആരാ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. ഗോവിന്ദേട്ടന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും നമ്മുടെ കനകം ഓ മൈ ഗോഡ് ഷോ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ചെല്ലുക. വാട്ട് ഈസ് ദിസ് ഗോവിന്ദേട്ട? ഗോവിന്ദേട്ട ഞാനാ കനക എന്ന് പറഞ്ഞപ്പം നീ ആയിരുന്നോ? എന്ത് ഈ വേഷത്തിൽ നീ ചോദിച്ചു. ഈ ലോകത്ത് സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്ത ആദ്യത്തെ ഭർത്താവാ ഗോവിന്ദേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കനക നിൽക്കുമ്പോഴത്തേക്കും നന്ദു ഇറങ്ങി വന്നു. പെട്ടെന്ന് അച്ഛൻ നോക്കിക്കേ മോളെ നിന്റെ അമ്മയുടെ വേഷം എന്ന് പറഞ്ഞ് നന്ദുവിനെ കാട്ടിക്കൊടുക്കുക. അപ്പോൾ എന്താ ഈ കോലത്തിൽ എന്ന് ചോദിച്ചു മോള്. എന്താ ഈ വേഷത്തിൽ എന്നെ കണ്ടപ്പോൾ നിനക്ക് എന്താ കോലം പോലെ തോന്നിയോ എന്ന് ചോദിച്ചു. എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. ഐ എം ലുക്കിംഗ് സ്മാർട്ട് അല്ല ഗോവിന്ദേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മുടെ കനകം. നീ ആളാകെ മാറിപ്പോയല്ലോ കനക എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കനക നിന്ന് കുണുങ്ങി കുണുങ്ങി ചിരിക്കാം. ഈ കണക്കിന് നീ മരുമക്കളുടെ വീട്ടിൽ കുറച്ച് നാളെ നിന്നാൽ നീ മറ്റൊരാളെ മാറുമല്ലോ എന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പം അതൊന്നും അല്ല ഗോവിന്ദേട്ടാ, ഈ വീട്ടിലില്ലാത്തൊരു കാര്യം ആ വീട്ടിൽ നടപ്പാക്കി ആദർശ് മോൻ്റെ മുത്തശ്ശൻ. അതെന്താ അമ്മയോ നടപ്പിലാക്കിയെന്ന് നന്ദു അന്നേരം ചോദിച്ചു. അതോ ഇന്നത്തെ ദിവസം ആണുങ്ങളാണ് അവിടുത്തെ പാചകക്കാര്, പെണ്ണുങ്ങൾ എല്ലാവരെയും ഇന്ന് ഫ്രീ ആക്കി വിട്ടിരിക്കുക. പിന്നെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആള് വന്നപ്പോൾ ഞാനും ഒന്ന് ഒരുങ്ങി ചമഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ അടിമുടി നോക്കി ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു വേഷം ധരിക്കുമ്പോൾ അത് നിങ്ങളെയൊക്കെ ഞാനൊന്ന് കാണിക്കണ്ടേ, അതുകൊണ്ടാണ് എല്ലാവരും പർച്ചേസിന് പോയപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണെന്ന് കനകം. എന്തായാലും നീ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ 2 പെൺമക്കളുടെ അമ്മയാണെന്ന് പറയില്ലെന്ന് കനകത്തിനോട് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ മതി, അത്രയും മതി, എനിക്ക് അത്രയും കേട്ടാൽ മതിയെന്ന് കനകം. ഇനി എന്തായാലും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ കല്യാണം ഒക്കെ അല്ലേ, ഇപ്പോഴല്ലേ നീ അവിടെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ. അവിടെ എന്തിനാണ് നിൽക്കുന്നത്, അവിടെയെല്ലാം ചെയ്യാൻ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു കനകം. അത് പിന്നെ അമ്മ നവ്യേച്ചിയുടെ കാര്യം നോക്കാനല്ല അങ്ങോട്ട് പോയത്, അപ്പോൾ പിന്നെ അവിടെ വേണ്ടേ എന്ന് നന്ദി ചോദിക്കും കേട്ടോ. അത് ശരിയാ മോളെ, നീ അടുത്തുണ്ടെങ്കിൽ അവൾ ചിട്ടയായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഗോവിന്ദേട്ടാ, അവളിപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ അവളുടെ മാറ്റമാണ് ഇപ്പം ആകെ ഒരു ആശ്വാസമായിട്ടുള്ളതെന്നൊക്കെ കനകം പറഞ്ഞു. അപ്പോൾ ഭർത്താവിനെയും അവൻ്റെ അമ്മയെയും ഒക്കെ അവൾ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നന്മയ്ക്കൊപ്പം ഇപ്പോൾ അവൾ നിൽക്കുന്നത്. അതിലുപരി അവൾ നയനമോളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ നയനമോള് പറയുന്നതൊക്കെ കേട്ട് ജീവിച്ചാൽ അവൾക്ക് ജീവിതം ഉണ്ടാകും. എന്തായാലും മോൾ ആരെയും കൊണ്ടുപോയി കുഴിയിൽ ചടിക്കാൻ ശ്രമിക്കില്ല, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്നെല്ലാവരും പർച്ചേസിന് പോയിരിക്കുന്നതെന്നും കനകം പറയുവാണേ. ഇന്നിനിയിപ്പോൾ ഇവിടെ ആണുങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി വെക്കുമെന്നും ഒരു പിടുത്തവും ഇല്ലെന്നും പറഞ്ഞ് കനകം നിൽക്കുമ്പോൾ നന്ദുവിൻ്റെ മുഖം വാടി. എന്തായാലും അനിയെ കാര്യങ്ങൾ നയന പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് ആ പയ്യനിപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദുവിൻ്റെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടിരിക്കാം. അവൻ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് കല്യാണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും പറയണം. അപ്പോൾ അതെ നമ്മുടെ നന്ദുവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ കനകത്തിന് കാര്യം മനസ്സിലായി. നന്ദൂട്ടാ, ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് മോളെ എന്ന് പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കാട്ടോ അമ്മ. നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം. ഇവിടെ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലാത്ത 2 പേര് തമ്മിലാണ് സ്നേഹിച്ചത്. അതൊക്കെ ഒരു സമയദോഷം കൊണ്ട് സംഭവിച്ചു പോയതാവാം. മോളതൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുമ്പോൾ നമ്മളെ സങ്കടപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്ന് കയറും. അത് വന്ന് കയറിയേ പറ്റൂ. ഇങ്ങനെയൊക്കെ അതങ്ങ് വന്നു കയറിപ്പോയെന്ന് മാത്രം എൻ്റെ മോള് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ മോളെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ മോളോട് പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേദന ഇങ്ങനെ തങ്ങി നിൽക്കുകയാണെന്നുള്ള കാര്യം ഗോവിന്ദേട്ടൻ പറയണു. ഇത് കേട്ടപ്പം ദേ നന്ദൂട്ടാ മോളെ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മോളെ. കല്യാണത്തിന് മുമ്പ് തന്നെ
എൻ്റെ മോള് അങ്ങോട്ടൊന്ന് പോകണം, അവിടെ ചെന്നിട്ട് മോളെല്ലാം മറന്ന് മോളുടെ ചേച്ചിമാരോടൊത്ത് അനിയുടെ കല്യാണത്തിൽ പങ്കെടുക്കുകയും വേണമെന്നും പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറയാം. അപ്പം എനിക്കും മനസ്സിലാകും മോള് അവനോട് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് മോളെ ഇങ്ങനെ കനകം കെട്ടിപ്പിടിക്കാം. ഇനി ജീവിതകാലം മുഴുവൻ നല്ല സുഹൃത്തുക്കളായി നിങ്ങൾ മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. എന്തായാലും മോള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, എല്ലാത്തിൽ നിന്നും ഇച്ചിരി അകന്ന് നിൽക്കുന്നത് നല്ലതെന്നും പറഞ്ഞു അമ്മ. അങ്ങനെ അമ്മ ഇതെല്ലാം പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുന്നു. അത് പറഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു വിഷമിച്ച് നിൽക്കുക. പിന്നെ അടുക്കളയിൽ കയറി പാചകത്തിന് കയറി ആദർശ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ലാസ്റ്റ് കളിച്ച് ഇപ്പോൾ ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് ഇയർഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചിട്ട് ദൈവമേ ഇനി അടുത്തത് എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ നമ്മുടെ അവിയലിനുള്ള പച്ചക്കറി ആയിരുന്നു, ഇനിയിപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചു ആദർശനോട്. അത് പിന്നെ അപ്പം നേരത്തെയുള്ള ആവശ്യം ഇപ്പം ഇല്ലല്ലോ എന്ന് അച്ഛൻ ചോദിച്ചു മോനോട്. നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ഇത്. നേരത്തെ ഈ ചിന്തയൊന്നും നിനക്കില്ലായിരുന്നല്ലോ, എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് കാരണവരായിട്ട് നിൽക്കാമായിരുന്നല്ലോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞപ്പം ചില കാര്യങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആദർശം. എടാ നാണം കെടുത്തല്ലേടാ എന്ന് അച്ഛൻ മോനോട് പറയുമ്പോൾ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. അവർ ഷോപ്പിങ്ങിന് പോയവർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു, ഇതിപ്പോൾ അവർ ഒരു ഗ്ലാസ് വെള്ളം പോലും പുറത്തുനിന്ന് കുടിക്കത്തില്ല. എല്ലാവരും നമ്മളുണ്ടാക്കിയത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല, അത് കഴിച്ചിട്ട് വേണം അവർക്ക് കുറ്റം പറയാനെന്നൊക്കെ ജയൻ. ആ നേരത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നോക്കണ്ടേന്ന് ചോദിച്ചു. അച്ഛനൊന്നും മിണ്ടാതിരിക്കാവോ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ആദർശ അച്ഛനോട് ചൂടായി പറയുകയും ചെയ്തു. അവിയലിന് എന്തൊക്കെയായിരുന്നു നമ്മൾ ചേർത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശം നിൽക്കുക കേട്ടോ. തേങ്ങ എന്തായാലും വേണം, പിന്നെ എന്താ വേണ്ടത്, ആ വെളുത്തുള്ളിയെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോടാ എന്ന് ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാം റെഡിയായോ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും ആദർശം. ഇവനല്ലേ ചെയ്തത്, അതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റം പറയാം. എന്നാൽ നിനക്ക് സാറ്റിസ്ഫൈഡ് ആയെന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം ഏട്ടൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കാൻ അനി പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ആദർശം ഇങ്ങനെ നിന്ന് ഉരുളുക. പാചകം ആർക്കും ചെയ്യാം, എന്നാൽ അത് കഴിക്കുന്നവർ കുറ്റം പറയാതിരിക്കണം, അതിനാണ് മോനെ ഇച്ചിരി പാട്. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനം അത് ഇല്ലാതാകുമെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല, ഇപ്പം പിന്നെ എന്നും പാചകം ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ആദർശം. എന്നാലും തരക്കേടില്ലാതെ ഇരിക്കണ്ടേടാ, അത്ര അച്ഛൻ ഉദ്ദേശിച്ചുള്ളെന്ന് ജയൻ പറഞ്ഞു. ചിലപ്പോൾ ചെറിയ കുറ്റങ്ങളൊക്കെ വന്നെന്നിരിക്കും എന്നും പറഞ്ഞിങ്ങനെ ഉരുളുക കിടന്ന്. അപ്പം നീ നേരത്തെ പറഞ്ഞത് നല്ല ടേസ്റ്റുള്ള കറികൾ ഉണ്ടാക്കി അവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുമെന്നല്ലേ, പിന്നെന്താ ഇപ്പോൾ ഒരു മാറ്റം? അല്ല, എല്ലാവർക്കും വേണ്ടത് ചോറും കറികളോ, ഇനിയിപ്പോൾ കഞ്ഞിയും ചമ്മന്തി അരച്ച് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ ചെറിയച്ഛൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ആണുങ്ങൾ കഞ്ഞികളാണെന്ന് അവരെല്ലാവരും പറയുമെന്ന് അനിയും പറഞ്ഞു. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഒരു ദിവസത്തെ അടുക്കളപ്പണി ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ വെറും കഞ്ഞികൾ തന്നെയാണ്, പഴം കഞ്ഞികളെന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചമ്മി വളരെ നിൽക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒന്നും കയറി ഏൽക്കണ്ടായിരുന്നെന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ വേർത്ത് നിൽക്കുന്നു. അവളെ പിണക്കാൻ ഏത് ഗ്രഹപ്പഴം നേരത്താണോ എനിക്ക് തോന്നിയതെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക. നയനയെ വെല്ലുവിളിച്ചതാണ്. നയനയുടെ ആ ഡ്രസ്സ് കണ്ട് വലിയ ഇത് ആളാകാൻ പോയ ആ ഒരു സമയം നമ്മുടെ ആദർശിന് മുട്ടാൻ പണിയാണ് നയനെ കൊടുത്തത്. ഇനി ആദർശ് എന്ത് ചെയ്യുമെന്നറിയില്ല. ആദർശ് ഇങ്ങനെ കുടം കമിഴ്ത്തി വെച്ച് വെള്ളം കോരിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.